നമ്മൾ കോംപ്ലക്സ് അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ. സോ ബേസിക് ലെവൽ തൊട്ടാണ് നമ്മൾ പോകുന്നത്. നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ടോപ്പിക്സ് ഒക്കെ അറിയാവുന്ന ആൾക്കാർക്ക് ഓക്കെ ഇത് വളരെ ബേസിക് ആണെന്ന് തോന്നാം, പക്ഷെ നമ്മൾ എല്ലാവരെയും കൺസിഡർ ചെയ്യണമല്ലോ. സോ നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. കോംപ്ലക്സ് അനാലിസിസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കോംപ്ലക്സ് നമ്പർ, നമ്മൾ കോംപ്ലക്സ് അനാലിസിസ്, ഈ കോഷി റീമാൻ കണ്ടീഷൻസ് ഇതൊക്കെയാണ് നമുക്ക് തുടങ്ങുന്നത്. അങ്ങോട്ടേക്ക് നമുക്ക് എത്താം. അതിനു മുന്നേ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ എന്താണ് ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ? നമ്മള് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യില്ലേ? ax² + bx + c = 0. ഇങ്ങനെ ഇത് സോൾവ് ചെയ്ത് വരുമ്പോ അതിന് നമുക്കൊരു സോൾവ് ചെയ്യാൻ ഒരു ഫോർമുലയുണ്ട്, ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയും. x = -b ± √b² - 4ac / 2a. ഈ b² - 4ac നമ്മൾ ഒരു പേര് വിളിക്കും, വിച്ച് ഇസ് കോൾഡ് ആസ് ഡിസ്ക്രിമിനന്റ്, അല്ലെ? ഡിസ്ക്രിമിനന്റ് എന്ന് വിളിക്കും. ഇവിടെ 3 കണ്ടീഷൻസ് ഉണ്ട്. b² - 4ac > 0, b² - 4ac = 0, b² - 4ac <0. > 0 ആണെങ്കിൽ നമ്മൾ പറയും നമ്മുടെ ഈ ഇക്വേഷന് നമ്മൾ ഈ x² + bx + c = 0 എന്ന ഇക്വേഷന് 2 വ്യത്യസ്തമായ റൂട്ട്സ് ഉണ്ട് എന്ന് നമ്മൾ പറയും. b² - 4ac = 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? 2 ഈക്വൽ റൂട്ട്സ് ഉണ്ടെന്ന് പറയും. 2 റൂട്ട് ഉണ്ട്, അത് ഈക്വൽ ആണെന്ന് നമ്മൾ പറയും. b² - 4ac < 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? നോ റിയൽ റൂട്ട്സ്. എന്തില്ല? റൂട്ട്സ് ഇല്ലെന്നല്ല, റിയൽ റൂട്ട്സ് ഇല്ല. അതായത് ഈ റൂട്ടിന്റെ അകത്ത് ഒരു നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് നമ്പറിന് റൂട്ട് ഇല്ല. അതാണ് നമ്മൾ ഇവിടെ പറയുന്ന നോ റിയൽ റൂട്ട്സ്. പക്ഷെ നമ്മുടെ മാത്തമാറ്റിക്കൽ തിയറി അനുസരിച്ച് നമുക്ക് അവിടെ സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലങ്ങളൊന്നും ഇല്ല, ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണ്. അപ്പൊ റിയൽ ഇല്ലെങ്കിൽ പിന്നെ എന്താ? ഇമാജിനറി. അപ്പൊ നമുക്ക് ഇമാജിനറിനെ കൊണ്ടുവരാം. അങ്ങനെയാണ് √−1 i എന്ന് വിളിക്കുന്നത്, which is an imaginary number. √−1 = i. ഓക്കെ, സോ അപ്പൊ √−2 ആണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? √−1 × 2. ഓക്കെ, ഇപ്പൊ √2 i എന്ന് എഴുതാം. √−1 i ആണ്, അപ്പൊ √2 i എന്ന് എഴുതാം. ഇപ്പൊ √−100ന്റെ റൂട്ട് 10 ആണ്. പിന്നെന്താ ഉള്ളത്? √−1 10i എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മളെ അവിടെ സൊല്യൂഷൻ ഇല്ല എന്നുള്ളൊരു പ്രോബ്ലം അവിടെ സോൾവ് ആകുകയാണ് വിത്ത് ദി ഇൻട്രഡക്ഷൻ ഓഫ് ദി സോ കോൾഡ് ഇമാജിനറി നമ്പേഴ്സ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഇമാജിനറി നമ്പേഴ്സ് വരുന്നത്. സോ ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എ നമ്പർ ഓഫ് ദ ഫോം z = x + iy. z = x + iy. ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പറിനെയാണ് എന്ത് വിളിക്കുന്നത്? കോംപ്ലക്സ് നമ്പർ എന്ന് വിളിക്കുന്നത്. z = x + iy. ഈ എക്സിനെ നമ്മൾ എന്ത് വിളിക്കും? റിയൽ പാർട്ട് എന്ന് വിളിക്കും. റിയൽ പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, റിയൽ പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ ആണ് എന്ത്? എക്സ്. ഓക്കെ, വൈ എന്ന് പറയുമ്പോ ആരാണ്? ഈ ഇമാജിനറി ആയിട്ടുള്ള ഐയുടെ കൂടെ നിൽക്കുന്ന ആളാണ് വൈ. i = √−1 ആണ്. ഈ √−1 ആണ് നമ്മൾ ഈ i എന്ന് പറയുന്നത്. സോ ഈ വൈയുടെ കൂടെ നിൽക്കുന്ന ആളാണ്, ഐയുടെ കൂടെ നിൽക്കുന്ന ആള് വൈ. അതാണ് ഇമാജിനറി പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. ഇമാജിനറി പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. അത് നമുക്ക് ഇങ്ങനെ എഴുതാം ചുരുക്കത്തിൽ IMZ = y. ഓക്കെ, സോ x + iy അതിന് നമുക്ക് a + ib അല്ലെങ്കിൽ c + id. ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിൽ എക്സും വൈയും എയും ബിയും സിയും ഡിയും ഒക്കെ റിയൽ നമ്പേഴ്സ് ആണ്. x, y എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. 1 2 3 4 5 റിയൽ നമ്പേഴ്സ് ആണ്, ഓർ മൈനസ് നമ്പേഴ്സ് ആണ്. ഓക്കെ, സോ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോംപ്ലക്സ് നമ്പർ എന്ന് വിളിക്കുന്നത്. സോ അതിന്റെ ഐയുടെ കൂടെയുള്ള പാർട്ടിനെ, ഐയുടെ കൂടെ നിൽക്കുന്ന പാർട്ടിനെ ഇമാജിനറി പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നു. ആൻഡ് ഐ ഇല്ലാത്ത ആ ഭാഗത്തിനെ എന്ത് വിളിക്കുന്നു? റിയൽ പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ എന്ന് വിളിക്കുന്നു.
ഓക്കെ, അപ്പോ ഇപ്പോ z ഈസ് ഈക്വൽ ടു 3 എന്ന് എഴുതിയാൽ അതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? z ഈക്വൽ ടു 3 പ്ലസ് 0i എന്ന് എഴുതാം. അവിടെ ഇമാജിനറി പാർട്ട് 0 ആണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാ റിയൽ നമ്പറും കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഓക്കെ, so a number of the form z is equal to x plus iy is known as a complex number. സോ ഈ ഐയുടെ പവേഴ്സ് നമുക്ക് നോക്കാം. നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഐ എന്ന് പറഞ്ഞാൽ √(-1) ആണ്. അപ്പൊ ഐ സ്ക്വയർ എന്താണ്? ഐ സ്ക്വയർ ഈസ് √(-1) സ്ക്വയർ അല്ലെ? അതെന്ത് വരും? റൂട്ട് സ്ക്വയറും തമ്മിൽ പോകും, -1. ഐ ക്യൂബോ? ഐ ക്യൂബ് ഈസ് ഐ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ നമുക്ക്. സോ ഐ ഇൻറ്റു ഐ സ്ക്വയർ എത്രയാ? -1. സോ മൈനസ് ഐ എന്ന് നമുക്ക് കിട്ടും. i⁴ എന്ന് പറഞ്ഞാല് ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് വരും. വിച്ച് ഈസ് ഐ സ്ക്വയർ -1 ആണ്. -1 ഇൻറ്റു -1 വിച്ച് ഈസ് 1. സോ ഇത്രയും കാര്യം നമുക്കൊന്ന് പെട്ടിയിലാക്കി വെക്കാം. ഐ എന്ന് പറഞ്ഞാൽ √(-1) ആണ്. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ -i ആണ്. i⁴ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. കൺഫ്യൂഷൻ വരരുത്. കൺഫ്യൂഷൻ വരാനൊന്നും ഇല്ല. നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഐ ഈക്വൽ ടു √(-1) ആണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ചെയ്തെടുക്കാനുള്ള സമയം നമ്മളോട് കളയരുത്. Okay, so I is equal to √(-1), I square is -1, I cube is -i and i⁴ is 1. So ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് ഇങ്ങനെ എഴുതാം. i⁴k + 1. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട്. കണ്ട, i⁴ 1 അല്ലേ? i⁴ 1 ആണ്. i�8 1 ആണ്. i⁴12 1 ആണ്. അതായത് പവർ വരുന്നത് 4ന്റെ പവർ ആണ്. 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിന്റെ ഒക്കെ വാല്യൂ എന്താണ്? 1 ആണ്. സമയം പോലെ ഇത് ചെയ്ത് നോക്കാം കേട്ടോ. i⁴k 1 ആണ്. i⁴k + 1. i⁴k + 1 എന്ന് പറഞ്ഞാൽ എന്താണ്? i⁴1 തന്നെ, വിച്ച് ഈസ് √(-1) ആണ്. i⁴k + 2 എന്ന് പറഞ്ഞാൽ i⁴2 തന്നെ. i⁴2 എത്രയാ? -1 ആണ്. i⁴k + 3 എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? അതായത് i⁴3 എത്രയാണ്? -i ആണ്. ഓക്കെ, സോ ഫസ്റ്റത്തെ ബോക്സ് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഓർത്ത് വെക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് i�35 കണ്ടുപിടിക്കണം. i�35 കണ്ടുപിടിക്കണം. അപ്പോ 35നെ നമ്മൾ എന്ത് ചെയ്യണം? 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. 35നെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 8s are 32 അല്ലെ? 4 8s are 32 പോയിട്ട് 3 വരും. അതായത് 35നെ നമുക്ക് ഇങ്ങനെ എഴുതാം, 8 × 4 + 3. ഓക്കെ, അപ്പൊ ഈ 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന 8 × 4 നമ്മൾ നോക്കണ്ട ശരിക്കും. ഇങ്ങനെ എഴുതാം. നമുക്ക് i⁴8 × 4 + 3. ഈ 8 × 4 നമുക്ക് നോക്കണ്ട, ഈ 3നെ നോക്കിയാൽ മതി. റിമൈൻഡർ വരുന്ന ആളെ നോക്കിയാൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു i⁴3. i⁴3 എത്രയാണ്? -i. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഒരു +2 സമയത്ത് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ഐയുടെ പവർ വെച്ചിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ. ദ വാല്യൂ ഓഫ് 1 + i⁴8 is given by 1 + i⁴8ന്റെ വാല്യൂ ആണ് ചോദ്യം. ഇത് ലാസ്റ്റ് സയന്റിഫിക് അസിസ്റ്റന്റ് എക്സാമിന്റെ ചോദ്യമാണ്. 2021 ആണെന്ന് തോന്നുന്നു അല്ലെ? അന്നത്തെ ചോദ്യമാണ് ഇത്. ദ വാല്യൂ ഓഫ് 1 + i⁴8. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ? ആൻസർ കിട്ടുകയാണെങ്കിൽ പറയുക, അല്ലെങ്കിൽ ഓപ്ഷൻ ഏത് ഓപ്ഷൻ ആണ് റൈറ്റ് എന്ന് വെച്ചാൽ അത് ഒന്ന് മെസ്സേജ് ഇടാം കേട്ടോ. ഓക്കെ, ഐഡിയ ഇല്ലാത്ത ആൾക്കാരൊന്ന് നോക്കിയിരുന്നോളൂ, ചെയ്യുന്ന ആൾക്കാർ ചെയ്തോളൂ. സോ ദ വാല്യൂ ഓഫ് 1 + i⁴8. ഇവിടെ
എ പ്ലസ് ബി ഓൾ റേസ് ടു 8 എന്നൊരു ഫോമാറ്റാണല്ലേ വന്നിരിക്കുന്നത്. നമ്മളപ്പോ ബൈനോമിയൽ തിയറം വെച്ചൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. നമുക്ക് ഇതിനിങ്ങനെ എഴുതാം 1 പ്ലസ്, അങ്ങനെ ചെയ്താൽ ഉത്തരം കിട്ടും, കിട്ടായില്ല, പക്ഷെ ടൈം കൺസ്യൂമിംഗ് ആണ്. 1 പ്ലസ് ഐ റേസ് ടു 8 അല്ലേ. ഇതിന് ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെ എഴുതാണ് 1 പ്ലസ് ഐ സ്ക്വയർ ദ ഓൾ റേസ് ടു 4 അല്ലേ. 4 2s are 8 അല്ലേ. എ റേസ് ടു എം the all raised to n എന്താണ് a raised to mn ആണ്, m into n ആണ്. സോ 1 plus I square all raised to 4. സോ ഇവിടെ ഞാൻ a square plus a plus b the whole square ഫോർമുല വെച്ച് എക്സ്പാൻഡ് ചെയ്യാണ്. എന്താണ് ഫോർമുല? a plus b the whole square എന്താണ്? a square plus 2ab plus b square. ഓക്കെ, അപ്പൊ ഇവിടെ a 1 ആണ്. സോ 1 square plus 2 into 1 into I 2i plus I square. Okay, the all raised to 4 അവിടെ ഉണ്ട്. So which is equal to 1 plus 2i. I square എത്രയാണ് നമ്മളിപ്പോ കണ്ടേ ഉള്ളൂ? I square is -1 അല്ലേ. -1 the all raised to 4. So they 1ഉം +1ഉം -1ഉം പോയി. ബാക്കി ആരുണ്ട്? 2i the all raised to 4. സെപ്പറേറ്റ് കൊടുക്കാലോ. 2 raised to 4 into I raised to 4. 2 raised to 4 എത്രയാണ് നമ്മളിപ്പോ 2 raised to 4 is 16 അല്ലേ, 16 ആണ്. And I raised to 4 എത്രയാണ് നമ്മൾ കണ്ടതേ ഉള്ളൂ? 1 ആണ്. So the answer is 16. Okay, option C ആണ് ആൻസർ. ആരും മെസ്സേജ് ഇട്ടിട്ടില്ല. ഇപ്പൊ ചെയ്തത് മനസ്സിലായോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? അത് ഓക്കെ ആണോ? ഓക്കെ. സോ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ ലാസ്റ്റ് 2021 ഫോറൻസിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ എന്നാ നോക്കിക്കേ, നമ്മുടെ സിലബസിലേക്ക് വല്ലതും കടന്നിട്ടുണ്ടോ? ഇല്ല. അതിന് മുന്നേ ഉള്ള ഒരു ഭാഗത്ത് നിന്നാണ് ഈ ചോദ്യം ചോദിച്ചേക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ നമ്മള് ഈ 1 plus I the all raised to 8 അത് ബൈനോമിയൽ തിയറം ഒക്കെ വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും, ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് തോന്നും. സോ ഏറ്റവും ബെസ്റ്റ് പ്രോബ്ലംസ് നമുക്ക് എപ്പോഴും എളുപ്പത്തിൽ സോൾവ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗം നമ്മൾ ഒരുപാട് പ്രോബ്ലം ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോഴാണ് നമുക്ക് ഓരോ ഐഡിയാസ് കിട്ടുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. അർഗൻ ഡയഗ്രാം. സോ എന്താണ് അർഗൻ ഡയഗ്രാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് എങ്ങനെ കോമൺ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാവുന്നതിനെയാണ് നമ്മൾ അർഗൻ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. സേ നമ്മൾ എടുക്കുന്ന കോംപ്ലക്സ് നമ്പർ z is equal to x plus iy. z is equal to x plus iy ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ എന്നിരിക്കട്ടെ. സോ നമ്മളെ ഒരു 2 dimensional പ്ലെയിനിൽ നമ്മുടെ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാണ്. സേ ദിസ് ഇസ് x ആക്സിസ് ആൻഡ് ദിസ് ഇസ് y ആക്സിസ്. ഈ x plus iy എന്ന നമ്മുടെ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന അറിയാവോ? ഇതാണ് x ആൻഡ് ഇതാണ് y എങ്കിൽ this is the complex number z is equal to x plus iy. ഓക്കെ, എക്സ് കോർഡിനേറ്റിനെ എക്സ് എന്നുള്ളത് എക്സ് ആക്സിലും y എന്നുള്ളത് y ആക്സിലും, അതായത് ഓർഡേർഡ് പെയർ എക്സ് വൈ, ഓർഡേർഡ് പെയർ എക്സ് വൈ ആണ് എക്സ് പ്ലസ് ഐ വൈ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ കോമൺ ആയിട്ട് നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ വഴിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അർഗൻ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. സോ ഈ അർഗൻ ഡയഗ്രത്തില് ഇത് ഒറിജിൻ ആണ്. ഒറിജിനിൽ നിന്ന് കോംപ്ലക്സ് നമ്പറിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതാണ്. ഈ അർഗൻ ഡയഗ്രത്തില് നമ്മുടെ ഈ z is equal to x plus iy എന്ന് നമ്മുടെ കോംപ്ലക്സ് നമ്പറിന്റെ മിറർ ഇമേജ് അബൌട്ട് ദി എക്സ് ആക്സിസ് അതിന്റെ മിറർ ഇമേജ് എടുക്കുമ്പോൾ നമുക്ക് അത് ഇവിടെ കിട്ടും. ഇതേ ഡിസ്റ്റൻസിൽ താഴത്ത് ഇവിടെ കിട്ടും അല്ലെ. അതായത് ഈ എക്സ് ആക്സിൽ നമ്മൾ കൊണ്ടുപോയി ഒരു മിററിനെ വെച്ചേക്കുക അലോങ് ദി എക്സ് ആക്സിസ്. അപ്പോൾ ഇസഡിന്റെ മിറർ ഇമേജ് നമുക്ക് ഇവിടെ അല്ലേ കിട്ടുക? ഓക്കെ, സോ ആ പോയിന്റ് അതിനെയാണ് നമ്മൾ നമ്മുടെ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? കോൺജുഗേറ്റ് എന്ന് വിളിക്കുന്നത്. അതിന് നമ്മൾ ഇസഡ് ബാർ, ഇസഡ് കോൺജുഗേറ്റ് അല്ലെങ്കിൽ ഇസഡ് സ്റ്റാർ, രണ്ടും ഇസഡ് കോൺജുഗേറ്റ് എന്നാണ് വായിക്കുക. ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ എഴുതാറുണ്ട്. ഇങ്ങനെ എഴുതും. സോ ദിസ് പോയിന്റ് ഈസ് the complex conjugate of the
കോംപ്ലക്സ് നമ്പർ z. Z ന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് അത്, which is z bar or z star. So the complex conjugate z is equal to x plus iy ആണെങ്കിൽ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്താണ്? x മൈനസ് iy ആണ്. ഐയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ എന്ത് മാറ്റുക? സൈൻ മാറ്റുക. ഓക്കെ, ഐയുടെ ടേമിന്റെ ഐ ഉള്ള ടേമിന്റെ സൈൻ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ സിംപ്ലി ചെയ്യുന്നത്. വിച്ച് ഈസ് സിംപ്ലി ദ റിഫ്ലക്ഷൻ ഓഫ് ഇസഡ് ഓൺ ദി അർഗാൻ ഡയഗ്രാം. അർഗാൻ ഡയഗ്രത്തിൽ ഇസഡിന്റെ റിഫ്ലക്ഷൻ ആണ് അബൌട്ട് ദി എക്സ് ആക്സസ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് വിളിക്കുക. സോ നമുക്ക് ഈ കോംപ്ലക്സ് കോൺജുഗേറ്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. The first one is Z1 plus Z2, the all conjugate. Z1 ഉം Z2 കൂടെ കൂട്ടിയിട്ട് അതിന്റെ കോൺജുഗേറ്റ് എടുക്കുകയാണ്. അങ്ങനെ എടുക്കുന്നതും സെപ്പറേറ്റ് കോൺജുഗേറ്റ് എടുത്ത് ആഡ് ചെയ്യുന്നതും ഈക്വൽ ആണ്. ഓക്കെ, രണ്ട് കോംപ്ലക്സ് നമ്പർ എടുത്ത് വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. Z1 plus Z2 the whole conjugate is equal to Z1 conjugate plus Z2 conjugate. Then Z1 Z2 conjugate is equal to Z1 conjugate into Z2 conjugate. അതായത് രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ കോൺജുഗേറ്റും അത് ഇൻഡിവിജ്വലി എടുക്കുന്ന കോൺജുഗേറ്റിന്റെ മൾട്ടിപ്പിൾസും എന്താണ്? ഈക്വൽ ആണ്. Z1 Z2 the whole conjugate is equal to Z1 conjugate into Z2 conjugate. Then Z1 by Z2 ഡിവൈഡ് ചെയ്തിട്ട് ആ ആൻസറിന്റെ ആ ക്വോഷ്യന്റിന്റെ കോൺജുഗേറ്റ് എടുക്കുന്നതും സെപ്പറേറ്റ് കോൺജുഗേറ്റ് എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുന്നതും എന്താണ്? ഈക്വൽ ആണ്. Z1 by Z2 the whole conjugate is equal to Z1 conjugate by Z2 conjugate. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം Z is equal to x plus iy ആണ്. Z കോൺജുഗേറ്റ് ഈസ് x മൈനസ് iy ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ Z കോൺജുഗേറ്റിന്റെയും കോൺജുഗേറ്റ് എടുക്കാണ്. അതെന്ത് വരുമായിരിക്കും? Z അല്ലേ? കാരണം ഇവിടെ ഐയുടെ സൈൻ, ആദ്യത്തെ കേസിൽ ഐയുടെ സൈൻ പ്ലസ് മാറ്റി മൈനസ് ആക്കി. ഇവിടെ വരുമ്പോ മൈനസ് മാറ്റി എന്താക്കണം? പ്ലസ് ആക്കണം. എക്സ് പ്ലസ് iy വരും, which is Z തന്നെ. സോ Z കോൺജുഗേറ്റ് the all conjugate is equal to എന്താണ്? Z ആണ്. സിമ്പിൾ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? നമ്മുടെ കോൺജുഗേറ്റിന്റെ പ്രോപ്പർട്ടീസ്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. കാരണം ഇതുപോലെ നമ്മൾ പ്രോപ്പർട്ടീസ് പോലെ പഠിച്ചു വെക്കുന്ന കുറച്ച് സാധനങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ കുറച്ച് മുന്നേ കണ്ടത് ആണ് PYQ. സോ അങ്ങനെ ചോദ്യം അങ്ങനെയാണ് വരുന്നത്. ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, സോ Z1 Z is equal Z is equal to x plus iy, and the conjugate is Z conjugate is x minus iy. Okay. Z plus Z conjugate ചെയ്യുമ്പോൾ എന്ത് വരും? രണ്ടും തമ്മിൽ കൂട്ടുമ്പോ 2x. യെസ്, 2x. കാരണം പ്ലസ് iy മൈനസ് iy തമ്മിൽ പോകത്തില്ലേ? അപ്പൊ 2x വരും. സോ നമുക്കിങ്ങനെ എഴുതാമല്ലോ. ഈ 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന Z പ്ലസ് Z കോൺജുഗേറ്റ് ബൈ 2 എടുത്താൽ നമുക്ക് x കിട്ടും. x എന്ന് പറഞ്ഞാൽ ആരാണ്? റിയൽ പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ ആണ് അല്ലേ? അപ്പൊ റിയൽ പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തില് ഇസഡും Z കോൺജുഗേറ്റും എടുത്തിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. Z പ്ലസ് Z കോൺജുഗേറ്റ് ഡിവൈഡ് ബൈ 2, which is the real part of Z. ഓക്കെ, അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസിൽ ചില കേസിൽ ഇങ്ങനെ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനത്തെ കേസിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഇനി Z മൈനസ് Z കോൺജുഗേറ്റ് എന്ത് വരും? സബ്ട്രാക്ട് ചെയ്യുമ്പോ 2iy. 2iy. സോ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? Z മൈനസ് Z കോൺജുഗേറ്റ് ബൈ 2i is equal to y. അല്ലെ, ഈ 2i അപ്പുറത്തേക്ക് പോയതാണ്. സോ y എന്ന് പറഞ്ഞാൽ എന്താ? ഇമാജിനറി പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ ആണ്. ഓക്കെ, സോ അതും ഒരു റിസൾട്ട് ആണ്. Z പ്ലസ് Z കോൺജുഗേറ്റ് ബൈ 2 എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പറും
z മൈനസ് z കോൺജുഗേറ്റ് ഡിവൈഡ് ബൈ 2i എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റിയൽ ഇമാജിനറി പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പറും ആണ്. സോ വിച്ച് ഈസ് ആൻ ഇമ്പോർട്ടന്റ് റിസൾട്ട്. z ഇൻറ്റു z കോൺജുഗേറ്റ്. z ഇൻറ്റു z കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മീൻസ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ പറയാവുന്നതേ ഉള്ളൂ. z ഇൻറ്റു z കോൺജുഗേറ്റ് വിച്ച് ഈസ് z എന്ന് പറയുമ്പോൾ x പ്ലസ് ഐ വൈ, z കോൺജുഗേറ്റ് ഈസ് x മൈനസ് ഐ വൈ. എന്ത് വരും? a പ്ലസ് ബി a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോമാറ്റ് ആണല്ലേ. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോം വരും. സോ വിച്ച് ഈസ് എക്സ് സ്ക്വയർ മൈനസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ എക്സ് സ്ക്വയർ, ഐയുടെ സ്ക്വയർ മൈനസ് 1, അപ്പൊ ഈ മൈനസും മൈനസും പ്ലസ് ആയിപ്പോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ഇപ്പൊ ഈ ഇസഡ് ഇൻറ്റു ഇസഡ് കോൺജുഗേറ്റിന്റെ പ്രത്യേകത എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാ വന്നേക്കണേ അല്ലേ. എക്സും വൈയും റിയൽ നമ്പേഴ്സാ, അതുകൊണ്ട് തന്നെ എക്സ് സ്ക്വയറും വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും എന്താ? റിയൽ നമ്പറാ. സോ ഈ ഇസഡ് കോൺജുഗേറ്റ് ഓൾവേസ് റിയൽ, ഓൾവേസ് എന്തായിരിക്കും? റിയൽ നമ്പർ ആയിരിക്കും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താ നമ്മളിപ്പോ കാണും, നമുക്കത് നോക്കാം. ഓക്കെ, മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. എന്താണ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ? നമ്മൾ ഈ അർഗാൻ ഡയഗ്രം വരച്ചില്ലേ, ഈ അർഗാൻ ഡയഗ്രത്തില് ഇത് ഒറിജിൻ, ഈ ഒറിജിനിൽ നിന്ന് നമ്മുടെ ഈ കോംപ്ലക്സ് നമ്പറിലേക്ക് നമ്മൾ ഈ റെഡ് ലൈൻ വരച്ചേക്കുന്നത് കണ്ടോ? ആ വരയുടെ നീളം, സിംപ്ലി ആ വരയുടെ നീളം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കും? മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. സോ ഒരു കോംപ്ലക്സ് നമ്പർ z is equal to x പ്ലസ് ഐ വൈ ആണെങ്കിൽ അതിന്റെ മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കും? ആ വരയുടെ നീളമല്ലേ, അതായത് ആ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ പോരെ, ആ പോയിന്റും ഒറിജിനൽ തമ്മിലുള്ള ഡിസ്റ്റൻസ്, വിച്ച് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇസഡ് കോൺജുഗേറ്റ് ചെയ്തപ്പോ നമുക്ക് എന്താ കിട്ടിയേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന റൂട്ട് ഇല്ലാണ്ടാ കിട്ടിയേ. അപ്പൊ റൂട്ട് ഇല്ലാണ്ട് കിട്ടുമ്പോ മോഡുലസ് ഓഫ് ഇസഡിന്റെ സ്ക്വയർ ആണത്. ഓക്കെ, ഇസഡ് കോൺജുഗേറ്റ്, ഇസഡ് ഇൻറ്റു ഇസഡ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് ഇസഡിന്റെ സ്ക്വയർ ആണ്. ഓക്കെ, ഇനിയിപ്പോ ഇസഡ് കോൺജുഗേറ്റിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇസഡ് കോൺജുഗേറ്റ് എക്സ് മൈനസ് ഐ വൈ ആണ്. ഇവിടുത്തെ മോഡുലസ് ഓഫ് ഇസഡ് കോൺജുഗേറ്റ് എന്ത് വരും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പൊ മൈനസിന്റെ സ്ക്വയർ പ്ലസ് തന്നെയല്ലേ, പ്ലസ് 1 തന്നെയല്ലേ. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് സിമ്പിൾ എഴുതാം. അതായത് മോഡുലസ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇസഡ് കോൺജുഗേറ്റ്. അത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ വരയുടെ നീളവും ഈ വരയുടെ നീളവും ഒന്ന് തന്നെയാ, ഇത് റിഫ്ലക്ഷൻ അല്ലേ. സോ ദാറ്റ് ഈസ് ദ സിമ്പിൾ തിങ്. ഒരു കോംപ്ലക്സ് നമ്പറിന്റെയും അതിന്റെ കോൺജുഗേറ്റിന്റെയും മോഡുലസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ മിസ്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ഓടിച്ചു നോക്കാം. മോഡുലസ് ഓഫ് z1 z2. മോഡുലസ് ഓഫ് z1 z2 is മോഡുലസ് ഓഫ് z1 into മോഡുലസ് ഓഫ് z2. ഓക്കെ, സെപ്പറേറ്റ് മോഡുലസ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതും കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ മോഡുലസ് എടുക്കുന്നതും ഈക്വൽ ആണ്. അതുപോലെ തന്നെയാണ് മോഡുലസ് ഓഫ് z1 by z2 is equal to മോഡുലസ് ഓഫ് z1 ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് z2. സെപ്പറേറ്റ് മോഡുലസ് എടുത്ത് ഡിവൈഡ് ചെയ്യുന്നതും ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നതിന്റെ മോഡുലസ് എടുക്കുന്നതും ഈക്വൽ ആണ്. ആൻഡ് ഇവിടെ ഈ പറഞ്ഞ പോലെ അഡീഷനും സബ്ട്രാക്ഷനും ഇങ്ങനെ ലോസ് ഇല്ല കേട്ടോ, അവിടെ വേരി ചെയ്യും. അതുകൊണ്ടാണ് അഡീഷൻ സബ്ട്രാക്ഷൻ നമ്മളിവിടെ പറയാത്തത്. സോ അഡീഷൻ സബ്ട്രാക്ഷൻ നമ്മൾ ഈ ലോസ് തന്നെ കൊണ്ടുപോയി അപ്ലൈ ചെയ്ത് വെക്കരുത്. ഓക്കെ.